അഞ്ചാം ക്ലാസ്സിലെ അവസാനത്തെ പാഠം അത്വാമുസ്ഹിയു, ആരോഗ്യകരമായ ഭക്ഷണം. ഇതൊരു കവിതയാണ്, ചൊല്ലി നോക്കാം. മാ അത്യബത്വാമ, എന്തൊരു നല്ല ഭക്ഷണമാണ്. മാ അംഫഅത്വാമ, എന്തൊരു ഉപകാരപ്രദമായ ഭക്ഷണമാണ്. മാ അത്യബ, എന്തൊരു നല്ല. മാ അംഫ, എന്തൊരു ഉപകാരപ്രദമായ. തഖ്വാ ബിഹിൽ അജ്സാമു, അതുകൊണ്ട് ശരീരം ശക്തിപ്പെടുന്നു, ശരീരത്തിന് ശക്തി ഉണ്ടാകുന്നു ഭക്ഷണം കഴിച്ചാൽ. തഹ്യ അലൽ അയ്യാമി, കാലങ്ങളോളം ജീവിക്കാൻ കഴിയുന്നു. ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് നന്നായി ശക്തിയോടെ കുറെ കാലം ജീവിക്കാൻ കഴിയുക. അൻവാഉഹു അദീദത്തുൻ, അതിൻ്റെ ഇനങ്ങൾ ധാരാളമുണ്ട്. അതായത് ധാരാളം ഇനം ഭക്ഷണങ്ങളുണ്ട്. നമുക്കറിയാം പല ഭക്ഷണങ്ങളുണ്ട് അല്ലേ. അരി, ചോറുണ്ട്, ഇറച്ചിയുണ്ട്, മീനുണ്ട്, പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, അങ്ങനെ പലതരം ഭക്ഷണങ്ങളുണ്ട്. വകുല്ലുഹ മുഫീദത്തുൻ, അവയെല്ലാം ഉപകാരപ്രദമായതാണ്. എന്നാൽ പുതിയ ചില ഭക്ഷണങ്ങളുണ്ട് അല്ലെ, ഉപകാരമല്ലാത്ത, ശരീരത്തിന് ദോഷം ചെയ്യുന്ന ചില ഭക്ഷണങ്ങളുമുണ്ട്. അവ നമ്മൾ ഒഴിവാക്കണം. വഅംഫഅത്വാമി മാ കാന ബിൻതിളാമിൻ, എന്തായാലും ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും ഉപകാരപ്രദമായ ഭക്ഷണം എന്ന് പറയുന്നത് മാ കാന ബിൻതിളാമിൻ, വ്യവസ്ഥയോടെ കഴിക്കുന്നതാണ്, കൃത്യമായി കഴിക്കുന്നതാണ്. അതായത് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കും, എന്നാൽ എല്ലാ ദിവസവും കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ഉപകാരപ്രദമായ ഭക്ഷണം. ഒരു ദിവസം രാവിലെ 10 മണിക്ക് കഴിക്കുക, അടുത്ത ദിവസം 7 മണിക്ക്, പിറ്റേ ദിവസം 11 മണിക്ക്, അങ്ങനെ ഒരു വ്യവസ്ഥയില്ലാതെ കൃത്യതയില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. എല്ലാ ദിവസവും ഒരേ സമയത്തും അതേപോലെ ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങളും കഴിക്കുക, അതാണ് വ്യവസ്ഥാപിതമായി കഴിക്കൽ. മാക്കാന ബിൻതിളാം, ഇന്തിളാം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ, കൃത്യമായി കഴിക്കൽ. വകുല്ലുനാ നുരീദു, നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നു, അൻ നഅകുലൽ മസീദ, ധാരാളം കഴിക്കാൻ. നല്ല രുചികരമായ ഭക്ഷണം കിട്ടിയാൽ ധാരാളം കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും അല്ലെ. എന്നാൽ ആ ധാരാളം കഴിക്കുന്നതിനേക്കാൾ നമുക്ക് നല്ലത് എന്താണ്? ലാക്കിൻ, എന്നാൽ മിനൽ മുഫീദി, നല്ലത്, ധാരാളം കഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അൽ അക്ലു ബിൻതിളാമിൻ, വ്യവസ്ഥാപിതമായി കഴിക്കലാണ്, കൃത്യമായ ഇടവേളകളിൽ കഴിക്കുന്നതാണ്. ഇന്തിളാം, വ്യവസ്ഥയോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ധാരാളം കഴിക്കുന്നതിനേക്കാൾ. മാ അത്യബത്വാമ, എന്തൊരു നല്ല ഭക്ഷണമാണ്. മാ അംഫഅത്വാമ, എന്തൊരു ഉപകാരപ്രദമായ ഭക്ഷണമാണ്. തഖ്വാ ബിഹിൽ അജ്സാമു, ശരീരം അതുകൊണ്ട് ശക്തിപ്പെടുന്നു. തഹ്യ അലൽ അയ്യാമി, ദിവസങ്ങളോളം കാലങ്ങളോളം നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. അബ്ദുള്ള അൻ-നഫഈ എന്ന ഒരു കവിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അബ്ദുള്ള അൻ-നഫഈ ആരാണെന്ന് നോക്കാം. വലിദ ഫി മദീനത്തിൽ കുവൈത്ത്, കുവൈത്ത് സിറ്റിയിലാണ് അദ്ദേഹം ജനിച്ചത്. മദീനത്തുൽ കുവൈത്ത്, കുവൈത്ത് സിറ്റി എന്നത് കുവൈത്ത് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. എപ്പോൾ? 1938. വതഖറജ മിൻ കുല്ലിയത്തിൽ ആദാബി, ലിറ്ററേച്ചർ കോളേജിൽ നിന്നും അദ്ദേഹം ഡിഗ്രി കരസ്ഥമാക്കി. തഖറജ എന്നാൽ ബിരുദം കരസ്ഥമാക്കി പുറത്തിറങ്ങി കോളേജിൽ നിന്നും. ഏത് കോളേജിൽ നിന്നും? കുല്ലിയത്തിൽ ആദാബ്, ലിറ്ററേച്ചർ കോളേജ്, സാഹിത്യ കോളേജ്. ബിജാമിയത്തുൽ കുവൈത്ത്, കുവൈത്ത് യൂണിവേഴ്സിറ്റിയിലെ കുല്ലിയത്തുൽ ആദാബിൽ നിന്ന്, ലിറ്ററേച്ചർ കോളേജിൽ നിന്നും അദ്ദേഹം ഡിഗ്രി കരസ്ഥമാക്കി. 1963 അദ്ദേഹം ഡിഗ്രി കരസ്ഥമാക്കി. അമില, അദ്ദേഹം ജോലി ചെയ്തു. ഫി വിസാറത്തി തർബിയത്തിൽ കുവൈത്തിയെത്തി, കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ അദ്ദേഹം ജോലി ചെയ്തു. മുദരിസൻ ലില്ലുഗത്തിൽ അറബിയത്തി വല്ലദബി, അറബി സാഹിത്യത്തിൻ്റെയും അറബി ഭാഷയുടെയും മുദരിസ് ആയിക്കൊണ്ട്, അധ്യാപകനായിക്കൊണ്ട് അദ്ദേഹം ജോലി ചെയ്തു. അദ്ദേഹം അധ്യാപകനായിരുന്നു. സുമ്മ മുദീറൻ, പിന്നെ ഡയറക്ടർ ആയിക്കൊണ്ട് ജോലി ചെയ്തു. മുദീർ, ഡയറക്ടർ. ലി മദ്രസത്തിൻ, ഒരു സ്കൂളിന്റെ ഡയറക്ടർ ആയിക്കൊണ്ട് ജോലി ചെയ്തു. സുമ്മ വക്കീലൻ ലി വിസാറത്തി തർബിയത്ത്, പിന്നെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തു. വക്കീൽ ഇവിടെ അർത്ഥം അണ്ടർ സെക്രട്ടറി, അതായത് മന്ത്രിയുടെ നേരെ താഴെയുള്ള പദവിയാണ് അണ്ടർ സെക്രട്ടറി. അണ്ടർ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം ജോലി ചെയ്തു. എവിടെ? ലി വിസാറത്തി തർബിയത്തി, വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ. വമിന ദവാവിനി ശഅരിയത്തി ലഹു, അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളിൽപ്പെട്ടതാണ് ഏതൊക്കെ? അഗാനി അല്ലൈലു വന്നഹാർ, അല്ലൈലു വന്നഹാർ എന്ന കവിതാ സമാഹാരം. അർലുൽ ഹുൽമ എന്ന കവിതാ സമാഹാരം. ഓക്കെ, ഇനി നഖ്താറുൽ അബിയാത്തൽ മുനാസിബത്ത, അനുയോജ്യമായ വരികൾ നമ്മൾ കണ്ടുപിടിക്കണം. ലിൽ ജുമലി
അല്ലിൽ ജുമലിൽ ആത്തിയത്തി മിനൽ മൻലൂം, താഴെയുള്ള ജുംലകൾക്ക് അനുയോജ്യമായ വരികൾ കണ്ടുപിടിക്കണം. മിനൽ മൻലൂമി, കവിതയിൽ നിന്നും കുറെ ജുംലകൾ താഴെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഒന്നാമത്തത് മുഹാഫലത്തു തവാസുനി ഫി തനാവുലിൽ അഗ്ദിയത്തി മുഫീദത്തുൻ ജിദ്ദൻ. ഭക്ഷണത്തിൽ കൃത്യമായ ബാലൻസിങ്ങോടെ ഭക്ഷണം കഴിക്കൽ നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിന് ഉപകാരപ്രദമായതാണ്. ഇത് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഇത് സൂചിപ്പിക്കുന്ന വരി വ അൻഫഉ ത്വആമി മാ കാന ബിൻതിലാമിൻ എന്ന വരിയാണ് അല്ലേ? അല്ലെങ്കിൽ വലാക്കിൻ മിനൽ മുഫീദി അല്ലഖ്ലു ബിൻതിലാമിൻ, അത് രണ്ടും ഒരേ അർത്ഥമാണ് അല്ലേ? വ്യവസ്ഥയോടെ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ആ വരി ഇവിടെ എഴുതുക. ആദ്യത്തെ വരി എഴുതിക്കോളൂ, വ അൻഫഉ ത്വആമി മാ കാന ബിൻതിലാമിൻ എന്നത് എഴുതുക. ഇനി രണ്ടാമത്തത് അത്ത്വആമു ളറൂരിയുൻ ലി ഹയാത്തിൽ ഇൻസാനി വ ബഖാഇഹി. ഭക്ഷണം കഴിക്കൽ മനുഷ്യന്റെ ജീവിതത്തിനും മനുഷ്യന്റെ നിലനിൽപ്പിനും അത്യാവശ്യമാണ്. അത് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? മാ അത്യബ ത്വആമി മാ അൻഫഅ ത്വആമി, അത് എഴുതാം. അല്ലെങ്കിൽ തഖ്വാ ബിഹിൽ അജ്സാമു തഹിയ അലൽ അയ്യാം, മനുഷ്യന്റെ ശരീരം ശക്തിപ്പെടുകയും കാലങ്ങളോളം മനുഷ്യന് ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അതും എഴുതാം. അത് താഴെ വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, അത് തന്നെ എഴുതിക്കോളൂ. ഇനി മൂന്നാമത്തത് അൻവാഉ ത്വആമി വശറാബി നാഫിയത്തുൻ ജിദ്ദൻ. ഭക്ഷണത്തിന്റെ എല്ലാ ഇനങ്ങളും വളരെയധികം ഉപകാരപ്രദമായതാണ്. അത് ഏത് വരിയാണ്? അതുള്ളത് അൻവാഉഹു അദീദത്തുൻ, ധാരാളം ഇനങ്ങളുണ്ട്, വകുല്ലുഹ മുഫീദത്തുൻ, ആ വരിയാണ് അല്ലേ? അത് ഈ മൂന്നാമത്തേതിന് എഴുതുക. അൻവാഉഹു അദീദത്തുൻ വകുല്ലുഹ മുഫീദത്തുൻ. ഇനി നാലാമത്തത് അത്ത്വആമു യുഖവ്വി അൽ അജ്സാദ വയുനശ്ശിതുഹ. ഭക്ഷണം ശരീരങ്ങളെ ശക്തിപ്പെടുത്തുകയും ഉന്മേഷമുള്ളതാക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിന്റെ ശരിയായ വരി അല്ലേ? തഖ്വാ ബിഹിൽ അജ്സാമു തഹിയ അലൽ അയ്യാമി എന്നതാണ് അത് സൂചിപ്പിക്കുന്ന വരി. അപ്പോൾ രണ്ടാമത്തേത് നമ്മൾ ഏതെഴുതും? രണ്ടാമത്തേത് അത്ത്വആമു ളറൂരിയുൻ ലിൽ ഹയാത്തിൽ ഇൻസാനി വ ബഖാഇഹി. മനുഷ്യന്റെ ജീവിതത്തിന് ഇത് ഭക്ഷണം അത്യാവശ്യമാണ് എന്നത് ഈ രണ്ടാമത്തെ വരി തന്നെയാണ് അതിനോടും യോജിക്കുന്നത്. തഖ്വാ ബിഹിൽ അജ്സാമു തഹിയ അലൽ അയ്യാമി, അതും എഴുതാം. അല്ലെങ്കിൽ മാ അത്യബ ത്വആമി മാ അൻഫഅ ത്വആമി, ഭക്ഷണം എത്ര ഉപകാരപ്രദമാണ് എന്നതും എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നുക്മിലുൽ മൻലൂമ, കവിത പൂരിപ്പിക്കണം. താഴെ കുറച്ച് വാക്കുകളുണ്ട്, ഈ വാക്കുകൾ വെച്ചുകൊണ്ടാണ് പൂരിപ്പിക്കേണ്ടത്. ഒന്നാമത്തേത് ഖുളറുൻ, പച്ചക്കറികൾ. വലഹമുൻ വഹുബുസുൻ, ഇറച്ചിയും റൊട്ടിയും. അസാസു നമാഇ, എൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം. ഫത്തൂരി, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അതെവിടെ വെക്കാം? ഗിദാഇ സലീമുൻ, എൻ്റെ ഭക്ഷണം ആരോഗ്യകരമാണ്, നല്ലതാണ്. വഖൈറുഹു അലീമുൻ, ഭക്ഷണത്തിലെ നന്മ മഹത്തായതാണ്. സബാഹൻ, രാവിലെ. ഫത്തൂരി എന്ന് എഴുതിക്കോളൂ. സബാഹൻ ഫത്തൂരി, രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അത് ലിജിസ്മി ലറൂരി, എൻ്റെ ശരീരത്തിന് അത് അത്യാവശ്യമാണ്, രാവിലത്തെ ഭക്ഷണം. വലുഹറൻ ഗിദാഇ, ഉച്ചക്ക് കഴിക്കുന്ന എൻ്റെ ഭക്ഷണം. ഗിദാ എന്നാൽ ഭക്ഷണം, ഉച്ചഭക്ഷണം. ലഞ്ചിന് എന്താ പറയുക? ഗദാ എന്നാണ് പറയുക അല്ലേ? ഇവിടെ ഗിദാ എന്നാണുള്ളത്. എൻ്റെ ഉച്ച സമയത്തെ ഭക്ഷണം എന്താണ്? അസാസു നമാഇ, എൻ്റെ വളർച്ചയുടെ അടിസ്ഥാനമാണ്. ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണമാണ് എൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം. അടുത്തത് ഡാഷ് വ റുസുൻ. റുസുൻ എന്ന് പറഞ്ഞാൽ ചോറ്. നമുക്കവിടെ ഹുളറുൻ എന്ന് പൂരിപ്പിക്കാം. ഹുളറും വ റുസുൻ, പച്ചക്കറികളും ചോറും അല്ലെങ്കിൽ അരിയും. റുസുൻ അരി എന്ന് പറയും, ചോറെന്ന് പറയും. പിന്നെ വലഹമുൻ വ ഹുബുസുൻ എന്ന് എഴുതാം, ഇറച്ചിയും റൊട്ടിയും. ഇതൊക്കെ. പിന്നെ ഫവാക്കിഹു ഷഹിയത്തുൻ, രുചികരമായ പഴങ്ങളും. വ അസ്മാക്കുൻ തൊരിയത്തുൻ, അതേപോലെ ഫ്രഷായ മീനുകളും, പുതിയ കേടുവരാത്ത പഴകാത്ത മീനുകളും. ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണങ്ങൾ എന്നിവിടെ എഴുതുക. അൽ മാലു ലക്ക വലാക്കിന്നൽ മവാരിദ ലിൽ ജമീ. പണം നിൻ്റേതാണ്, പക്ഷേ റിസോഴ്സസ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇതിവിടെ എഴുതി പരിശീലിക്കുക. ഇതോടെ നമ്മുടെ ഇവിടെ ഒരു ജമ്മും മുഫ്രദും കൊടുത്തിട്ടുണ്ട്. ജദറുൻ, വേര്. ജുദൂറുൻ, വേരുകൾ, ജമ്മാണ്. അൽഫുൻ, 1000, അതിൻ്റെ ജമ്മ് ആലാഫ്, ആയിരങ്ങൾ. കൗനുൻ, പ്രപഞ്ചം. ജമ്മ് അക്വാൻ, പ്രപഞ്ചങ്ങൾ. തിഫ്ലുൻ, കുട്ടി. ജമ്മ് അത്ഫാൽ, കുട്ടികൾ. ബലദുൻ, രാജ്യം. ജമ്മ് ബിലാദ്. സഗീറുൻ, കുട്ടി. ജമ്മ് സിഗാർ, കുട്ടികൾ. അതായത് ചെറിയവൻ, ചെറിയവർ എന്നർത്ഥമാണ് സഗീർ.
സദീഖുൻ കൂട്ടുകാരൻ, ജമഹു അസ്തിഖാവ് കൂട്ടുകാർ. ഓക്കെ, ഇതോടെ മുഴുവൻ പാഠങ്ങളും കഴിഞ്ഞു.